ആകെ ഒരു ടെൻഷനാണല്ലോ മുഖത്ത്. ടെൻഷനുണ്ട്. നീ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഫോണിൽ വിളിച്ചിട്ട് നീ എടുത്തതുമില്ല. ആ എളേമ്മ വിളിച്ചിരുന്നു അല്ലേ? അത് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനൊപ്പം ഓടിയെത്തണ്ടേ? ചെറിയ കളി പോരാ, വമ്പൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയാലേ അത് നടക്കൂ. അല്ല എളേമ്മ, ടെൻഷൻ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. ആ ഇവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നു. കല്യാണിയുടെ കല്യാണി ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. രക്ഷപ്പെട്ടു. അങ്ങനെ ആ ദുരന്തം ഒഴിഞ്ഞു കിട്ടുന്ന അർത്ഥം. അവളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ടെൻഷനാ. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്തവനാ ഈ അരവിന്ദ്. അവന്റെ മനസ്സിന് എപ്പോ വേണമെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാവും. അതെനിക്ക് പേടി. അത് നീ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാ. അവളെ കെട്ടാൻ പോകുന്നത് ആരാന്നറിയോ നിനക്ക്? അറിയില്ല. ആരാള്? രാജീവ്, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ പബ്ലിസിറ്റി ഡിസൈനർ. ഒരിക്കൽ അവനിവിടെ ഡിന്നർ കഴിക്കാൻ വന്നിരുന്നു. അന്ന് നന്ദന ഇവിടെ ഉണ്ടായില്ല. അതിനെന്താ ഇളയമേ, ആരും ആവട്ടെ, നമുക്ക് ശല്യം ഒഴിഞ്ഞിട്ടൂന്ന് വിചാരിച്ചാ പോരെ? പോരാ. അവന് മാസം 1 ലക്ഷം രൂപയാ ശമ്പളം. അതാ ഒരു പ്രശ്നം. നിനക്കറിയോ, ശത്രുവിനെ നാടുകടത്തുമ്പോ പോലും നിരായുധനായിട്ട് വേണം അതിർത്തി കടത്താൻ. സമ്പത്തോ സന്നാഹമോ ഒരുക്കാനുള്ള ഒരു പഴുതും വിട്ടുകൊടുക്കരുത്. അങ്ങനെ ഉണ്ടായ ശത്രു പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരും. അതാണ് രാജതന്ത്രം. ഒപ്പം നീ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കല്യാണം തൃച്ചംബരത്തെ കല്യാണമായിട്ടാ നടത്താൻ പോകുന്നു എന്നുള്ളതാ. എന്നുവെച്ചാ ഞാനും നീയും അനുഭവിക്കാനുള്ള ലക്ഷങ്ങൾ ചെലവാക്കി അടുക്കളക്കാരിക്ക് കല്യാണം നടത്തുന്നു എന്നർത്ഥം. അത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ? നീ തന്നെ പറ. ശരി, എനിക്ക് മനസ്സിലായളേമ്മ. കല്യാണിയായി ഇവിടുന്ന് പറഞ്ഞയക്കണം. എനിക്കും ഇളയമ്മയ്ക്കും അവകാശപ്പെട്ട ഒരു തരി സമ്പത്ത് പോകാതെ. അതല്ല ഇളയമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അതെ, അതിനി ഒരു മാർഗമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഈ കല്യാണം മുടങ്ങണം. നമ്മൾ മുടക്കണം. നീ എന്തു പറയുന്നു? അതെങ്ങനെ ശരിയാവും? കല്യാണം ഇവിടുന്ന് പോണ്ടേ? അതിന് കല്യാണം നടന്നല്ലേ പറ്റൂ? തെറ്റ്. കല്യാണം നടന്നാലും കല്യാണി തൃച്ചംബരത്ത് നിന്നും പോകുന്നില്ലെങ്കിലോ? പോവില്ലേ എന്ന് പറഞ്ഞ? അതെ, കല്യാണിക്ക് ആലോചിച്ചു വെച്ചിരിക്കുന്ന രാജീവ് ബന്ധുക്കളൊന്നും ഇല്ലാത്തവനാ. മാത്രമല്ല, ലക്ഷങ്ങൾ സാലറിയുള്ള ജോലി കൊടുത്തതിന് തൃച്ചംബരത്തോട് വിധേയപ്പെട്ടവൻ. അതിനോടൊപ്പം തൃച്ചംബരത്ത് പാചകക്കാരിയായി തുടരണമെന്ന് കല്യാണി ശാഠ്യം കൂടി പിടിച്ചാലോ? പിന്നെ നമ്മൾ കൂട്ടുകക്ഷി സഖ്യം ചേർന്നാലും ഒരിക്കലും കല്യാണിയെ തൃച്ചംബരത്തുനിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഒരിക്കലും.